ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വീണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അനുഗ്രഹത്തിൻ്റെ ആരാധന സംഗീതത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മളെ പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ അനുഗ്രഹ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഇപ്പോഴേ കർത്താവ് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളായാലും നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെന്നുള്ള ഒരു വലിയ സന്തോഷമാണ്. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹമെല്ലാം നമുക്ക് കിട്ടി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആകാൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ പകുതിയോളം നമ്മൾ മുന്നേറി കഴിഞ്ഞെന്ന് അർത്ഥം. കാര്യം എന്താ? ഇനി കർത്താവാണ് നോക്കേണ്ടത്. നമുക്കൊരു ആശ്വാസം, ഒരു രോഗിയെ കൊണ്ട് ആശുപത്രിയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിരന്തത് പറയും ഇല്ലേ, ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പകുതി ആശ്വാസമായി. കാര്യം ബാക്കി ഇനി നമ്മളുടെ കൊണ്ടുപോകുന്നവരുടെ വിഷയമല്ലത്, ബാക്കി ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും ഒക്കെ വിഷയമാണ്. അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് എത്താൻ കഴിഞ്ഞാൽ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു. ബാക്കി നമ്മുടെ വിഷയമല്ല, ബാക്കി നിന്റെ ദൈവത്തിന്റെ വിഷയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഈ ശുശ്രൂഷ കൂടുമ്പോഴേ ചിലർ പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതും, നിങ്ങളൊക്കെ എഴുതും. അപ്പോൾ ചില കമൻറ്റുകൾ വായിക്കാൻ നല്ല രസമാണ്. രസമൊന്നുമല്ല, വിചിത്രമാണ്. കാര്യം അവർ പറയണേ, കർത്താവേ പരീക്ഷിക്കല്ലേ, നാളെ ലാസ്റ്റ് ഡേറ്റാണ്, ഇതുവരെയൊക്കെ ഒന്നും ഒത്തില്ലെന്ന് പറയും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അത് ഓർക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കണത് ഒക്കെ സാമ്പത്തിക കടങ്ങളാണ് ശരിക്കും. അത് അനുഭവിക്കുന്നതിന് മാത്രമേ അതിൻ്റെ വിഷമം അനുഭവിക്കത്തുള്ളൂ. അതാണ് കർത്താവെ പരീക്ഷിക്കല്ലേ. അപ്പം പക്ഷെ ആ ചോദ്യം, അത് വർത്തമാനം ഭയങ്കരമാണേ. കർത്താവെ പരീക്ഷിക്കല്ലേ. ഇപ്പം കർത്താവാണ് അവരെ പരീക്ഷിക്കണമെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. നാളെ ലാസ്റ്റ് ഡേറ്റാണ്, ഇതുവരെ ഒന്നും ഒത്തിട്ടില്ലെന്ന് പറയും. അത് അവർ പറയണ ചങ്ക് പറഞ്ഞാണ് പറയണത്. അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഓർക്ക് കിടന്ന് കർത്താവ് പരീക്ഷിക്കുമോ, അവരെന്താ അങ്ങനെ പറയണത്? പിന്നെ എനിക്ക് മനസ്സിലായി കർത്താവും പരീക്ഷിക്കുമെന്ന്. കാര്യം എനിക്കെങ്ങനെ അത് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ നടന്ന ആൾക്കാരുടെ അനുഭവങ്ങളാണ്. കൂടെ നടന്ന ആൾക്കാരാരാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണ ആരാണെന്ന് അറിയാമോ? യോഹന്നാനെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യണ വ്യക്തിയാണ്. ഇയാൾ എന്നാ ഈശോനെക്കുറിച്ച് പറയണതെന്ന് ഓർക്കും. കാര്യം ഇൻറ്റിമേസിയുടെ കാര്യത്തിൽ അങ്ങേരെക്കാൾ വലുത് ആരുമില്ല. അങ്ങേർക്കത് പറയുന്നതിൽ ഭയങ്കര ആത്മാഭിമാനം കൂടിയുള്ള മനുഷ്യനാണ്. ഞാൻ കർത്താവിന് നെഞ്ചത്ത് കിടക്കിയിരുന്ന ആ സമയത്ത് അത് എഴുതിയില്ലെങ്കിലും ആ സുവിശേഷം നിലനിന്ന് പോകും. ഇയാൾ എവിടെയാണ് ഇരിക്കണത്, മുട്ടേ നിൽക്കണ എന്നുള്ളതും ഒന്നും വിഷയത്തിൻ്റെ ഗാംഭീര്യത്തെ ബാധിക്കാത്ത വിഷയമാണ്. അപ്പോൾ വിഷയത്തെ ഗാംഭീര്യത്തെ ബാധിക്കുന്നതിൽ ഒടുക്കത്താഴത്തിൻ്റെ വലിയ ഉത്കണ്ഠാകുലമായ തീക്ഷ്ണമായ വികാരങ്ങളെ വായനക്കാരിലേക്ക് സംപ്രേഷണം ചെയ്യുമ്പോഴും ആ മനുഷ്യൻ പറയണത് ഞാൻ ആ സമയത്ത് കർത്താവിൻ്റെ നെഞ്ചത്ത് കിടക്കുകയായിരുന്നെന്ന് പറയും. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ കൂടെ ചേർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഐ കുഡ് ഫീൽ എ മൈന്യൂട്ട് വേവ്സ് ഓഫ് ഹിസ് ഹാർട്ട് ആൻഡ് ഹോട്ട്നെസ്. അവൻ്റെ ചങ്കിൻ്റെ ചൂട് എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നതാണ് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് ആ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ. എങ്കിലും യോഹന്നാൻ അതുപോലെ ഈശോയുടെ ഓരോ ഹൃദയവികാരങ്ങളുടെ നിറഭേദങ്ങളെ പറയുന്ന കൂട്ടത്തിൽ ഒരിക്കലും യോഹന്നാൻ പറയും, കർത്താവ് ഞങ്ങളെ ഒരിക്കലൊന്ന് പരീക്ഷിച്ചായിരുന്നു എന്ന് പറയും. കർത്താവ് ഞങ്ങളെ ഒരിക്കലൊന്ന് കാര്യം ജനക്കൂട്ടം ഇങ്ങനെ കൂടി വന്നേ, ഭയങ്കരമായ ജനക്കൂട്ടം ഈശോയുടെ അടുത്തേക്ക് ആ മലമുകളിൽ കയറിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം ഇവനെ കണ്ട്. ഇപ്പോൾ 15 കിലോമീറ്ററൊക്കെ വെട്ടുക്കിളി വരണ പോലെ നമ്മളെ ഈ വെട്ടുക്കിളിയെ ഒന്ന് ശ്വാസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഞാൻ ഓർത്തോ പറഞ്ഞത് നല്ല കർത്താവിടെ ഉള്ള സമയമാണ്, ആരാധനയിൽ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ്. 15 കിലോമീറ്റർ ആണ് ഈ വെട്ടുക്കിളി 3 സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത്.
അപ്പോൾ ഇതിനെ ശാസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഇന്ത്യയുടെ ധാന്യം മുഴുവൻ 30,000 പേരുടെ ധാന്യമാണ് ഇത് 1 മണിക്കൂറില്ല 1 ദിവസം കൊണ്ട് കഴിക്കണത്. ദാറ്റ് മീൻസ് ഇന്ത്യ ക്ഷാമത്തിലാകാനും പട്ടിണിയാകാനും ഈ ഒരൊറ്റ വിഷയം മതി. അതുകൊണ്ട് എൻ്റെ ഈ ആരാധന കൂടുന്ന എല്ലാ മക്കളും ദയവായിട്ട് ഇപ്പോഴേ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ മുട്ട നിൽക്കുന്നവരാണ് മുട്ട നിൽക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വെട്ടുക്കിളിയെ ഈശോയുടെ നാമത്തിൽ ശാസിക്കാൻ പോവുകയാണ്. കർത്താവ് ഇതുപോലുള്ള ബാധകളെ എല്ലായിടത്തു നിന്നും അനാദികാലം മുതൽ മനുഷ്യവംശത്തെ ബാധിക്കുന്ന മുഴുവൻ ബാധകളെ ശാസിച്ച് ദൈവം അവരെ സംരക്ഷിച്ചിട്ടുള്ളതാണ്. അത് അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ വാത്സല്യത്തെ ഇപ്പോൾ അനുസ്മരിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഭൗതിക ആഹാരങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും യേശു തിരുസേനയിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷാമത്തെ വീഞ്ഞിൻ്റെ കാനായിലെ കല്യാണ കുടുംബത്തിലാണെങ്കിലും വീഞ്ഞിൻ്റെ ക്ഷാമത്തെ ഈശോയുടെ തിരുസേനയിൽ പരിഹരിക്കേണ്ട വിഷയമാണെന്ന് പറയണത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ഈ നിമിഷം കർത്താവെ വെട്ടുകിഴി ഇന്ത്യയെ കാർന്നിരുന്ന ജലലക്ഷങ്ങളുടെ ആഹാരത്തെ കാർന്നു തിന്നുകൊണ്ട് രാജ്യത്തെ ക്ഷാമത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഈ മഹാവ്യാധികളെ മഹാമാരികളെ കർത്താവെ ബാധകളെ യേശു ക്രിസ്തു നാമത്തിൽ അകന്നു പോകട്ടെ. ഞങ്ങളുടെ രാജ്യം സംരക്ഷിക്കപ്പെടട്ടെ, ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ. സാത്താനേ നീ നിത്യനരകത്തിൽ പോകൂ. സാത്താനേ നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ഇതുപോലെ മനുഷ്യരിങ്ങനെ കൂട്ടമായി ഈ മലമുകളിലേക്ക് ഈശോ ഇരിക്കണ ഇടത്തേക്ക് കയറി വരുന്ന കണ്ട്, അപ്പോൾ മനുഷ്യക്കൂട്ടത്തെ കണ്ടപ്പോഴേ ഈശോയ്ക്ക് ആ സമയത്ത് ഒരു അനുകമ്പ തോന്നി. ഈശോ ഉടനെ ശിഷ്യന്മാരോട് ചോദിച്ചത്, ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ അപ്പം നമ്മൾ എവിടെ നിന്ന് വാങ്ങും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കണം അപ്പത്തിന്. ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കുന്നൊരവസ്ഥ വരണത്. അത് ചില സമയത്ത് ആധ്യാത്മിക ജീവിതത്തിൽ ഭയങ്കര ഡൈക്കോട്ടമി സംഭവിക്കും. നമ്മൾ തന്നെ ഇതെന്ത് ഇങ്ങനെ ചോദിക്കണമെന്ന്. നമ്മൾ ദൈവത്തോടല്ലേ ചോദിക്കണത് അപ്പത്തിന് വേണ്ടി. ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കണേ എവിടെ നിന്ന് അപ്പം മേടിക്കുമെന്ന് ചോദിക്കണത്. എന്നിട്ട് യോഹന്നെ പറയണത്, ഈശോ അങ്ങനെ ചോദിച്ചത് നമ്മളെ പകപ്പിച്ച് കളയാനുള്ള ചില പരിപാടികൾ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളെ പകപ്പിച്ച് കളയും. ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എവിടെ പോകാനാണ്? ഉത്തരം നമ്മുടെ ഇല്ലല്ലോ. ശിഷ്യന്മാർ ചില ഉത്തരങ്ങളൊക്കെ പറയാൻ നോക്കി, ഞങ്ങൾ കടയിൽ പോയി വാങ്ങിക്കട്ടെ, അത് അവരുടെ റിസപ്റ്റിവിറ്റിയാണ്. കാര്യം ഇത്രയും മനുഷ്യർക്ക് അപ്പം ഇവിടെ നിന്ന് കിട്ടിയെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യും. ആ സന്മനസ്സാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് വെച്ചാൽ റെഡിനെസ്സാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറയണത് ചെയ്യാൻ പറ്റണതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ അത് ചെയ്യാനുള്ള റെഡിനെസ്സാണ്. റെഡി. നടക്കുമോ ഇല്ലയോ, പരാജയപ്പെടുമോ, അപ്പം മേടിക്കാൻ പറ്റുമോ, അതിനുള്ള കാശ് കയ്യിലുണ്ടോ, അതല്ല. അത് ചെയ്യാനുള്ളൊരു മനസ്സ് ദൈവം നോക്കുന്നത് അതാണ്. അപ്പോസ്തലന്മാർ രക്ഷപ്പെടുന്നത് അവിടെയാണ്. യെസ് ജീസസ് വി വിൽ ഡു ഇറ്റ് വെദർ ഇറ്റ് ഫെയിൽ ഓർ നോട്ട്, അതല്ല പ്രശ്നം അവരുടെ പ്രശ്നം. ഞങ്ങൾ ചെയ്യാൻ കർത്താവേ എന്ന് പറയും. ഇതാണ് ദൈവവിളിയുടെ ഒരു കാമ്പെന്ന് പറയണത്. കർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. ദൈവവിളി സ്വീകരിച്ചിട്ട് കുറേ അധികം ആൾക്കാരുണ്ടല്ലേ. ചില ആൾക്കാരൊക്കെ ഇടവഴിക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അല്ല, അവർ കുഴപ്പമില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത്
ദൈവവിളി സ്വീകരിക്കണതെന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു 60 വയസ്സാകാൻ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുകയാണേ, എന്നിട്ട് ഈ അച്ഛന്മാരെയൊക്കെ ചില സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ ആക്ഷേപിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ 60 ദിവസം വർഷമൊന്നും ഇവിടെ ജീവിക്കേണ്ട, ഒരു 6 ദിവസം സഭ നൽകുന്ന നിഷ്ഠയായ ജീവിതത്തോടു കൂടി, ആധ്യാത്മിക ജീവിതത്തോടു കൂടി ഈ സമൂഹത്തിന് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു ജന്മം, ഞങ്ങളൊരു ജന്മമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിത്ത് ഫുൾ ഹാപ്പിനെസ്. നിങ്ങൾ ഓരോരോ ആരോപണങ്ങളൊക്കെ തന്നെ, നിങ്ങൾ ചില ആൾക്കാർ അവരവരുടെ സ്വഭാവം അനുസരിച്ചാണ്. ചില പരമായ ആക്ഷേപം വരും, ചിലപ്പോൾ കുംഭസാരത്തിൽ അത് ചെയ്ത് അങ്ങനെ കാണിച്ചിങ്ങനെ, ഇതെല്ലാം അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ആക്ഷേപങ്ങൾ ആരോപിക്കുകയാണ്. ഇതിൻ്റെ 99% മനുഷ്യരും വിശുദ്ധിയോടെയും ശക്തിയോടെയും, ഈ ആളിനെ ഞങ്ങൾ ആരും നോക്കിയിട്ടൊന്നുമില്ല, ഈ മനുഷ്യന്മാരെന്ത് പറയുന്നു, എന്ത് പറയും, നല്ലത് പറയുമ്പോൾ മോശം പറയും, വി ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. ഞങ്ങൾ ഒരാളെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വന്ന ആൾക്കാരാണ്. ഇന്നും ഇത്രയും ഈ വർഷത്തിനുള്ളിലും സന്തോഷത്തോടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണുണ്ട്. വിശുദ്ധിയോടെയും പരമാവധി ഒരു മനുഷ്യന് പറ്റുന്ന അത്രയും തരത്തിലുള്ള ഒരു വിശുദ്ധിയോടെയും അത് സമർപ്പണത്തോടെയും തന്നെയാണ് നിൽക്കണം. എൻ്റെ അടുത്തൊരു യാതൊരു സംശയമില്ല. ഇതെല്ലാം സഭയ്ക്കും സമുദായത്തിനും വേണ്ടി, എൻ്റയർ വേൾഡിന് വേണ്ടി ചെയ്യുന്ന സമർപ്പണമാണ്. ഇതിങ്ങനെ 1 വർഷങ്ങളും ചെയ്താൽ മതി, എന്നിട്ട് നിങ്ങൾ വിമർശിക്കും ധൈര്യമായിട്ട്. അത് കേൾക്കാനൊരു ആദ്യമായിട്ട്, ഒരു ദിവസം പോയിട്ട് 1 മിനിറ്റ് പോലും ചെയ്യാത്ത ആൾക്കാരാണ് കഴിച്ചുകൊണ്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അതേ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഞങ്ങൾ ശരിക്കും നിങ്ങൾ തിരിച്ചു വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ. സെൻറ്റ് പോൾ പറയും, ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. എന്താ കാര്യം എന്നറിയാവോ? ഈ മനുഷ്യന്മാരുടെ ആക്ഷേപം കർത്താവ് കുരിശ് കൃപയാക്കി മാറ്റിയതാണ്. ഈ ലോകത്ത് ആക്ഷേപങ്ങളെ കൃപയാക്കാവുന്ന ഒരാൾ മാത്രമേ ലോകത്തോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ. അവൻ്റെ ജോലിയാണ് ചെയ്യണത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം കൃപയായി രൂപാന്തരപ്പെട്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിത്യമഹത്വം തന്നെയാണ്. മനുഷ്യന്മാരെ പരസ്പര മഹത്വം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ പോലല്ല. അത് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിത്യമഹത്വം, ഈ നിത്യമഹത്വം ലക്ഷ്യം കണ്ടുകൊണ്ട് ഈ ഭൂമി കിട്ടുന്ന ഏക ഒരു ജന്മം ഈ ആളിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഈ ആൾ ആരാണെന്ന്. അവൻ അത്രയും പോന്നവനും മഹോന്നതനും അതിന് മതിയായവനുമാണ്. അവനെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, മഹത്വം കർത്താവേ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടിടാൻ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അപ്പോഴേ ഈശോ അവരോട് ചോദിച്ചു, അവിടെ റെഡിനെസ് അവർ പറഞ്ഞു, യെസ് ജീസസ് വി ഷാൽ ട്രൈ ഇറ്റ്. ഞങ്ങൾ ഇവർക്ക് അപ്പം വാങ്ങിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. അപ്പോഴേ അത് ഭയങ്കരമായൊരു ദൈവവിളിയുടെ ഒരു ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെൻ്റാണ് ശരിക്കും. എന്നിട്ട് യോഹന്നാൻ പറയും, യോഹന്നാൻ ഫിലിപ്പോസ് ആണ് ഇതിന് റെസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ യോഹന്നാൻ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. കാര്യം ഹൃദയം വായിക്കണ പോലെ മുഖം വായിക്കുന്ന ആളാണ് യോഹന്നാൻ. യോഹന്നാൻ ഉടനെ പറയും, ജീസസ് അങ്ങനെ ചോദിച്ചതേ ഇവരെ ഇട്ടുണ്ട് വലക്കാനും കഷ്ടപ്പെടുത്താനൊന്നുമല്ല, പരീക്ഷിക്കാൻ തന്നെയാണെന്ന് പറയും. ഇവരെ പരീക്ഷിക്കാൻ, ഇവരെന്ത് പറയുമെന്ന് പരീക്ഷിക്കാൻ. എൻ്റെ മക്കൾ, അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇവരെന്ത് പറയുമെന്ന് പരീക്ഷിക്കാനാണ്. അതാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഭയങ്കരമാക്കിയ വാക്യമാണത്. കർത്താവ് ഇത് ചോദിച്ചത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതാണ് സംഭവം. അപ്പോൾ ദൈവം പരീക്ഷിക്കും, കർത്താവ് പരീക്ഷിക്കും,
അവസാനം വരെ പരീക്ഷിക്കും. പക്ഷേ ഈ പരീക്ഷയിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, ഇപ്പം കടമായാലും രോഗമായാലും മകളുടെ വിവാഹം ഇങ്ങനെ താമസിച്ച് വരുന്നല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്നവരായാലും, ഒരു കൊച്ചില്ലാതെ വേദനിക്കുന്നവരായാലും, ആരായാലും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കണമെന്ന് അറിയാമോ? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതാണ് യോഹന്നാൻ 6:6. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. യോഹന്നാൻ 6:6. എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണം. കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സ്വഭാവങ്ങൾ പഠിക്കുകയാണ്. നിങ്ങൾ ഈശോനെ ഫോളോ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈശോ ഓരോ സമയത്ത് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരേ സംഭവം തന്നെ രണ്ട് സമയത്ത്, ഒരു പക്ഷേ ഈ കൊല്ലവും അടുത്ത കൊല്ലവും സെയിം കാര്യങ്ങൾ ചെയ്യും, പക്ഷേ രണ്ട് തരത്തിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ മിക്കവാറും ചെയ്യുന്നൊരു ജോലിയാണ് അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനം. ഇന്നിപ്പോൾ നമുക്ക് കാറൊക്കെ ഉപയോഗിക്കണ പോലെ അപ്പോസ്തലന്മാരുടെ കാലത്തും വാഹനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അവരുപയോഗിച്ചിരുന്ന വാഹനം അവരുടെ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷനെ പറ്റുന്ന വാഹനങ്ങളാണ്. അവർക്ക് എപ്പോഴും അപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും 8 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം. അതിനെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ ഒരു വള്ളം ക്രമീകരിച്ചിട്ടുണ്ടായത് ഇതിനു വേണ്ടി. എപ്പോഴും നമ്മൾ നോക്കാം, കർത്താവ് അക്കരയ്ക്ക് പോയി, ബെത്സയിദയിൽ പോയി, കർത്താവ് ഇക്കരയ്ക്ക് കഫർനാമിലേക്ക് വന്നു. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഗെനസേറിലേക്ക് വള്ളം ഇറങ്ങി. അപ്പോൾ ഇവരെപ്പോഴും ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഗെത്സേമിനും അതുപോലെ തന്നെ ബെത്സയിദയും അതുപോലെ കഫർനാമും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എപ്പോഴും സഞ്ചരിക്കുക. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചില സമയത്ത് കർത്താവ് വള്ളത്തിലുണ്ടാവും. അത് ബൈബിളിൽ പ്രത്യേകം എഴുതി വെക്കും. അങ്ങനെയാണെങ്കിൽ കർത്താവ് വള്ളത്തിലുണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതി വെക്കും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് എഴുതി വെക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് അക്കരയ്ക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ, ഒരു ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തുമ്പോൾ ചില സമയത്ത് കർത്താവ് വള്ളത്തിലുണ്ടാകും, ചില സമയത്ത് കർത്താവ് വള്ളത്തിലുണ്ടാകത്തില്ല. ഈ രണ്ട് സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് സുവിശേഷം പറയും. ഇപ്പം കർത്താവ് ഇല്ലാത്ത ചില ദിവസങ്ങളുണ്ടാവും, കർത്താവ് ഉള്ള ദിവസങ്ങളുണ്ടാവും. കർത്താവ് ഇല്ലാത്ത ചില സംഭവങ്ങളുണ്ടാവും ജീവിതത്തിൽ, കർത്താവ് ഉള്ള സംഭവങ്ങളുണ്ടാവും. എൻ്റെ മക്കളെ തിരിച്ച് മനസ്സിലാക്കണം. ചിലപ്പോൾ ഇളയ മകളെ കെട്ടിച്ച മൂത്ത മകളെ കെട്ടിക്കുന്ന കാലത്ത് കർത്താവ് കൂടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും, നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ മൂന്നാമത്തെ മകളെ കെട്ടിക്കുന്ന സമയത്ത് വരുമ്പോൾ നമ്മൾ ചക്രശ്വാസം വരിക്കണ കാണാം, കർത്താവ് വള്ളത്തിൽ ഇല്ലാത്ത പോലെ, കുടുംബത്തിൽ ഇല്ലാത്ത പോലെ തോന്നും. സി, ദിസ് ഈസ് ദ ലൈഫ്. ഇതാണ് അവസ്ഥ. അല്ല, മൂത്ത മകളെ കെട്ടിച്ചപ്പോൾ എല്ലാ സംഭവങ്ങളും എല്ലാം കൃത്യമായിരുന്നു, ഭംഗിയായിരുന്നു, കർത്താവുള്ളത്. നമ്മൾ പക്ഷേ ഇളയ മകളെ കെട്ടിക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ ബന്ധുക്കളുമില്ല, സ്വന്തപ്പെട്ടവരും ഇല്ല, ഈ ആരും നമ്മുടെ കൂടെ നിൽക്കണില്ല, നമ്മൾ ആകപ്പെടെ വെള്ളത്തിലായി പോകും. അപ്പോഴും നമുക്ക് അന്നൊക്കെ എന്തൊരു അനുഗ്രഹമായിരുന്നു, അന്നൊക്കെ എന്തൊരു ദൈവം നമ്മുടെ കുടുംബത്തിൽ നിൽക്കണമെന്ന് തോന്നിയായിരുന്നു. ഇപ്പം ദൈവമില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കുറ്റം പറയും. ഒന്നെങ്കിൽ ഭർത്താവിനെ കുറ്റം പറയും, അല്ലെങ്കിൽ ഭാര്യയെ കുറ്റം പറയും, നാട്ടുകാരെ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറ്റം പറയും, എന്തെങ്കിലും പഴി പറഞ്ഞിട്ട് നമ്മുടെ തലവരാണ്. ഇതൊന്നും ശരിയല്ല. ഇതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് ശരിക്കും. ചില സമയത്ത് ഇപ്പം തന്നെ 4:36 മർക്കോസിൻ്റെ സുവിശേഷം 4:36
ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അക്കരയ്ക്ക് പോകാം. അവൻ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്നിരുന്ന വഞ്ചികൾ തന്നെ അവരെ അക്കരെ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ അവിടെ എന്താ എഴുതിയിരിക്കണത്? 4:36 അവൻ ഇരുന്നിരുന്ന വള്ളത്തെ തന്നെയാണ് യേശുവിനെ അവരക്കരയെ കൊണ്ടുപോകുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഇതേ സെയിം തിങ്ങിൽ വേറെ ഒരു ദിവസം ഇതുപോലെ സന്ധ്യയായപ്പോഴേ കർത്താവ് അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്നുണ്ട്. അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അത് ഈശോനെ കൂടാതെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഈശോ അപ്പോസ്തലന്മാരെ നിർബന്ധിക്കുന്ന ഭാഗമുണ്ട്. നമ്മളിതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈശോനെ കൂടാതെ, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചില ദിവസം കർത്താവ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, ചില ദിവസം കർത്താവ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ജീവിതത്തിലെ. ചില വിഷയത്തിന് കർത്താവ് ഇറങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ചില സമയത്ത് ഈശോ കരക്ക് നിൽക്കുന്ന പോലെ നമ്മൾ കടലിൽ കിടക്കുന്ന പോലെ തോന്നും. ദിസ് ഈസ് ലൈഫ്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷമില്ലേ, മത്തായിയുടെ സുവിശേഷം 14, 23, 24, 25 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. മത്തായി 14, 23. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തത്തിൽ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. രാത്രി ആയപ്പോഴും അവൻ അവിടെ തന്നെ തനിച്ചായിരുന്നു. അതിനിടെ വഞ്ചി കരയുന്ന ഏറെ ദൂരം അകന്ന് കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നു. തിരമാലകൾപ്പെട്ടത് വല്ലാതെ ഉലഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ. നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ അച്ഛൻ ഇങ്ങനെ സുഹൃത ജപങ്ങൾ, ആരാധനാ പ്രകരണങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോഴേ നിങ്ങൾ അതിൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കണം. അല്ലാതെ ടി വിയിലൊരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അല്ല ഇത് ചെയ്യേണ്ടത്. കാരണം ആരാധന സമയത്ത് എന്തുമാത്രം ആൾക്കാരെയാണ് ഈശോ അനുഗ്രഹിച്ചിട്ടുള്ളവർ, അവർ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ലൈവ് ആരാധന കൂടണത് ശരിക്കും. അപ്പം അതെ, ഈശോ നിർബന്ധിച്ചു എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ അത് 4:22 അതായത് ഈ 14:22 മത്തായിയുടെ സുവിശേഷം 14:22 അക്കരയ്ക്ക് പോകാൻ തന്നെ കൂടാതെ അക്കരയ്ക്ക് പോകാൻ ഈശോ നിർബന്ധിച്ചില്ലെങ്കിൽ പാവത്തങ്ങൾ പോകത്തില്ല. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കുകയെ എന്തിനാ ഇത്തിരി നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? പാവത്തങ്ങൾ എവിടെയാണ്, എന്തിനാണ് നിർബന്ധിച്ചിരിക്കണത്? ഈ 14:22 കിടക്കുന്നത് ആ വചനം കണ്ടില്ലേ? അതായത് തന്നെ അക്കരയ്ക്ക് പോകാൻ ഈശോ നിർബന്ധിച്ചു. അപ്പോൾ സമ്മർദ്ദമാണ് ശരിക്കും. അപ്പോൾ ഈശോനെ കൂടാതെ പോകാൻ എപ്പോഴും ചില സമയത്തൊരു സമ്മർദ്ദമുണ്ടാകും. അതാണ് സംഭവം.
അതാ ഞാൻ പറയണത്. ചില ആൾക്കാർ പറയുന്നത്, ഒരു പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല, ഒരു ഡള്ളായിട്ടിരിക്കണം എന്നൊക്കെ പറയും. അതാണ് അങ്ങനെ പറയുന്ന ആൾക്കാർ, പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല. ശരിയല്ലേ? കുമ്പസാരത്തിൽ കുറേ നാളായി വന്നേ കുമ്പസാരത്തിലൊക്കെ. ഇപ്പോൾ കുമ്പസാരത്തിൽ ലോക്ക്ഡൗൺ ആയി, ആരെ അച്ഛന്മാരെ സമ്മതിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ തന്നെത്താൻ ഇരുന്ന് പറഞ്ഞ് വിഷമിക്കണം ഒത്തിരി ആൾക്കാരുണ്ട്. മക്കളൊന്നും വിഷമിക്കരുത്. കാര്യം നിങ്ങൾ അങ്ങനെ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശുദ്ധീകരണം ഉണ്ടാവും. അങ്ങനെ ഒന്ന് ഓർത്താൽ മതി, അപ്പം തന്നെ വിശുദ്ധീകരണം ഉണ്ടാകും. കാര്യം എന്താണ്? നമുക്ക് റെഡിനെസ് ഇല്ലേ? ഫിലിപ്പോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ ഇപ്പം പോയി അപ്പം മേടിക്കാവുന്നു. അതിനുള്ള കാശും അവിടെ ഇല്ല. 15,000 ജനങ്ങളാണ്, 5,000 പുരുഷന്മാരല്ലേ വരുന്നത്. പിന്നെ അവിടെ ഇവിടെ ചേർത്തിമാരല്ലേ, മക്കളില്ലേ? അത് 15,000 ആൾക്കാരെ വരുന്നത്. ഞാൻ ആ 15,000 പറഞ്ഞുകൊണ്ടാണ് വെട്ടുക്കളുടെ കാര്യം പറഞ്ഞാൽ ഓർത്തത്. അതായത് 15,000 ജനസഞ്ചയം വരുമ്പോൾ ഈ ഫിലിപ്പോസ് പെട്ടെന്ന് പറയുകയാണ്, യെസ് വി വിൽ ഗോ ആൻഡ് ബൈ, ഞങ്ങൾ പോയി വാങ്ങിക്കാം എന്ന് പറയും. കാശ് എവിടുന്ന് ആവോ? ഒന്നിനും ഒരു പിടിയില്ലെങ്കിലും എല്ലാം കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യർക്ക് ഭയങ്കര ഫുൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നിനും കയ്യിലില്ല, പക്ഷേ വലിയ കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത്. ഈ 10,000 പേർക്ക് അപ്പം മേടിക്കാൻ വേണ്ടി അത്രയും കടപ്പോലും ഇല്ലല്ലോ, അത്രയും അവിടെ ഒന്നും കയ്യിലില്ല. എങ്കിലും കർത്താവ് കൂടെയുള്ളത് കൊണ്ട് വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഈശോ ഇവരെ 14:22 ഇവരെ നിർബന്ധിച്ച് കടലിൽ ചാടിച്ച്. നടുക്കടലിലാണ്, ചുമ്മാ കടലല്ല. അങ്ങോട്ട് ചെല്ലുന്തോറും പ്രശ്നമാണ് ജീവിതം. കാറ്റ്, കോള്, കൊടുങ്കാറ്റെന്നാണ് അവരെഴുതി വെച്ചിരിക്കണത്. കോള്, തിരമാല ഉയർന്നു. ഇതെവിടെയാണ് ശരിക്കും പറഞ്ഞാൽ? ചാടിച്ചതല്ലേ ശരിക്കും ഇതിനകത്ത്? നിർബന്ധിക്കണ കൊണ്ടല്ല അവർ പോകാൻ കാര്യം. നിർബന്ധിച്ചിലേക്ക് അവർ പോകത്തില്ല. ഈ കാറ്റിലേക്കും കോളിലേക്കും ഒന്നും അവർ പോകത്തില്ല. കാര്യം അവർ കർത്താവിനെ കൂടാതെ അവർ അപ്പുറത്തെ പോകും. രാത്രി കർത്താവ് ഇവിടെ എന്നാ ചെയ്യാനാ? രാത്രിയല്ലേ കർത്താവ് ഇവിടെ എന്നാ ചെയ്യാനാ? കർത്താവിനെ കൂടാതെ എങ്ങനെയാ നമുക്ക് പോകും? ഇല്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ 14:23 അവൻ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. 14:23 മത്തായിയുടെ സുവിശേഷത്തിലെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, ആരാധന, 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 ആരാധന. നമ്മൾ ആധ്യാത്മിക ജീവിതം പഠിക്കുന്നത് ഈശോൻ്റെ കൂടെ നടന്നാണ്. കാര്യം സുവിശേഷത്തിൻ്റെ രീതി അറിയാമല്ലോ. വളരെ മൈന്യൂട്ട് തിങ്സ് പോലും നമ്മുടെ ആധ്യാത്മിക പരിപോഷണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് പെരുക്കിയെടുത്ത് അനുസ്മരിപ്പിച്ചാണ് അപ്പോസ്തലന്മാരെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ശരിക്കും അപ്പോസ്തലം ആ ജനക്കൂട്ടം വളരെ വിശന്ന് വലഞ്ഞ് വല്ലാണ്ടൊക്കെയാണ് വരണത്. ഇവർക്കെല്ലാം അപ്പോഴെല്ലാം വിതരണം ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരും ടയേർഡാണ്. ആ സമയത്ത് ഈശോക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കഥയുമില്ല. ശരിക്കും നമ്മൾ പറയല്ലേ, വീടുകളിലൊക്കെ കല്യാണവും ഭയങ്കര അടിയന്തരമൊക്കെ കഴിയുമ്പോൾ കൊന്തയില്ലാതെ കിടന്നുറങ്ങത്തില്ലേ വില്ലന്മാർ. ഇതൊക്കെ കേൾക്കണം നിങ്ങൾ. മാനുഷികമായി പറഞ്ഞാൽ തടി തളർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴീശോക്ക് പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കഥയുമില്ല. ഞാൻ നമ്മുടെ പക്ഷത്തുനിന്ന് സുവിശേഷം വ്യാഖ്യാനിക്കാൻ നോക്കുകയാണ്. അത് വേണമെങ്കിൽ ഈശോയ്ക്ക് ഈ സമൂഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, ഈ വള്ളത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എന്നിട്ട് ഈശോ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാര്യം ഈ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ജോലികൾ നമ്മൾ ചെയ്താലും അതൊന്നും പ്രാർത്ഥനയ്ക്ക് പകരമാകത്തില്ല. അതാണ് എൻ്റെ വിഷയം. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ച രീതി. നമ്മൾ ചിലപ്പോൾ മക്കളെ വളർത്തും, ഭർത്താവിനെ നോക്കും, കുഞ്ഞുങ്ങളെ നോക്കും, അയൽവാസികളെ നോക്കും, സഭയെ നോക്കും, സംഘടനയെ പ്രവർത്തിക്കും. നമ്മളെ ഒരു സംഘടന തന്നെ ഞാനിപ്പോൾ 10-15 ഇടവക ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘടന പ്രസിഡന്റ്, അടുത്ത സംഘടന സെക്രട്ടറി, അടുത്ത സംഘടന സെക്രട്ടറി, ഇപ്പുറത്തെ സംഘടന ഖജാൻജി.
അതൊക്കെ ആത്മാർത്ഥമുള്ളവൻ്റെ എടുത്ത് ചെയ്യണതാണ്, അങ്ങനെയാണ് അവർക്ക് സമയമുള്ളൂ. പക്ഷെ അവർ മിക്കവാറും പള്ളി തന്നെ ആയിരിക്കും. പള്ളി എന്നൊക്കെ പിരിയണത് 9 മണിക്കാവും. അപ്പം ഞാനിവിടെ തോന്നിയിട്ട് പറയേ, ഈ നിങ്ങൾ ഈ പള്ളിയിൽ കിടന്ന് വിരകണ പരിപാടിയൊന്നും പ്രാർത്ഥനയുമായിട്ട് ടാലി ചെയ്യത്തില്ല. നിങ്ങൾ കർത്താവുമായിട്ട് ബന്ധമുണ്ടാണെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയും. കാരണം അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. നിങ്ങളിപ്പോൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഇത് പറയണത്. അതായത് നമ്മൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ചില ആൾക്ക് പറയും വർക്ക് ഈസ് വർഷിപ്പ്, അധ്വാനമാണ് ആരാധന, മണ്ണാങ്കട്ട. അതൊക്കെ ഒന്നും ശരിയല്ലേ ശരിക്കും പറഞ്ഞാൽ. അധ്വാനമൊന്നും ആരാധനയല്ല. ആരാധനയ്ക്ക് പകരം വേറെ ആരാധന മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ അധ്വാനം എല്ലാം കഴിഞ്ഞ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോയത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മത്തായിയുടെ സുവിശേഷം 14:23 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ശരീരം എത്ര കുഴഞ്ഞാലും കർത്താവേ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പ്രത്യേക അഭിഷേകം നൽകണമേ, പ്രാർത്ഥനാ വരം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ.